ത്തേക്ക് പോകണം. അവിടെ മണ്ഡല പൂജ തുടങ്ങാൻ പോവാണ്. മണ്ഡല പൂജയ്ക്ക് മുന്നോടിയായി തങ്കാങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. തങ്കാങ്കി ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് സമയമായോ പ്രവീൺ? സുജയ, ശബരിമലയിൽ തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് വലിയ വരവേൽപ്പാണ് നൽകുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് തങ്കയങ്കി ഘോഷയാത്ര പമ്പയിലേക്ക് എത്തിയത്. അതിനുശേഷം വൈകിട്ട് 5:30 ശരംകുത്തിയിലേക്ക് തങ്കയങ്കി ഘോഷയാത്ര എത്തി. ഇപ്പോൾ വലിയ നടപ്പന്തൽ കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം സന്നിധാനത്ത് ശ്രീകോവിലിലേക്ക് ഈ തങ്കയങ്കി എത്തും. അതിനുശേഷം 6:40 തങ്കയങ്കി ചാർത്തി ദീപാരാധന നടക്കുക. നാളെയാണ് മണ്ഡല പൂജ നടക്കുക. നാളെ മണ്ഡല പൂജയ്ക്ക് ശേഷം വൈകിട്ട് ഹരിവരാസനം പാടി രാത്രി 11 മണിക്ക് നടയടയ്ക്കുന്നതോടുകൂടി ഈ പ്രാവശ്യത്തെ മണ്ഡലകാലം സമാപിക്കുകയാണ്. ഇന്ന് വലിയ നിയന്ത്രണങ്ങളൊക്കെ സന്നിധാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ തങ്കയങ്കി ദർശിക്കുന്നതിനായി തങ്കയങ്കി രഥഘോഷയാത്ര വന്ന ഇടങ്ങളിലെല്ലാം വലിയ സ്വീകരണങ്ങൾ ലഭിച്ചു. ഒപ്പം തന്നെ നൂറുകണക്കിന് ഭക്തരാണ് തങ്കയങ്കി ദർശിക്കുന്നതിനായി ഇന്ന് ക്ഷേത്രങ്ങളിലും ഒപ്പം തന്നെ തങ്കയങ്കി ഘോഷയാത്ര പോകുന്ന ഇടങ്ങളിലെല്ലാം എത്തിയത്. പമ്പയിൽ ദേവസ്വം മന്ത്രി VN വാസവനാണ് തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിച്ചത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടിയാണ് തങ്കയങ്കി ഘോഷയാത്ര പമ്പയിൽ നിന്നും പുറപ്പെട്ടത്. ശരംകുത്തിയിൽ ആചാരപരമായിട്ടുള്ള സ്വീകരണം നൽകി. അതിനുശേഷം ഇപ്പോൾ സന്നിധാനത്തേക്ക് ഈ തങ്കയങ്കി ഘോഷയാത്ര എത്തുകയാണ്. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന 6:40 നടക്കുക. വലിയ ഭക്തജന തിരക്ക് ഇന്ന് ഈ സന്നിധാനത്തും പരിസരങ്ങളിലും അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും ഭക്തജനങ്ങളെ 18-ാം പടി ചവിട്ടാനുള്ള അനുവാദം ഇപ്പോൾ ഇല്ല. ദീപാരാധനയ്ക്ക് ശേഷമായിരിക്കും, അതായത് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷമായിരിക്കും ഭക്തരെ 18-ാം പടി ചവിട്ടിക്കയറാൻ അനുവദിക്കും. ഇപ്പോൾ തന്നെ ദർശനത്തിന് വലിയ ക്യൂ വലിയ നടപ്പന്തലിന് പുറകിലൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. ഈ ദീപാരാധനയ്ക്ക് ശേഷം മാത്രമേ ഭക്തരെ 18-ാം പടി ചവിട്ടി ദർശനത്തിന് അനുവദിക്കൂ. 41 ദിവസം നീണ്ടുനിന്ന ശബരിമല മണ്ഡല തീർത്ഥാടന കാലത്തിനാണ് നാളെ സമാപനമാകാൻ പോകുന്നത്. മണ്ഡല പൂജ ദിവസമായ നാളെ രാത്രി 11 മണിക്കായിരിക്കും ഹരിവരാസനം പാടി നടയടയ്ക്കുക. അതിനുശേഷം മകരവിളക്ക് ഉത്സവത്തിനായി ഡിസംബർ 30 വൈകിട്ട് 5 മണിക്ക് വീണ്ടും നട തുറക്കും. ജനുവരി 14 ഇക്കുറി മകരവിളക്ക്. തങ്കാങ്കി വഹിച്ചുള്ള പേടകവുമായി അവിടേക്ക് തങ്കാങ്കി വഹിച്ചെത്തിയ സംഘം ഇപ്പോൾ മുകളിലേക്ക് എത്തുകയാണ്. ഭക്ത്യാദരത്തോടെ എല്ലാവരും വരവേൽക്കുകയാണ്. സന്നിധാനത്തേക്ക് 18-ാം പടി കയറി തങ്കാങ്കി എത്തുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രവീൺ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി തങ്കാങ്കി ചാർത്തിയുള്ള ദീപാരാധന, അതിനുശേഷം നാളത്തെ മണ്ഡല പൂജ, അതോടുകൂടി മണ്ഡലകാലത്തിന് ശേഷം പിന്നെ നമ്മൾ മകരവിളക്കിനായുള്ള കാത്തിരിപ്പിലേക്ക് നീങ്ങുമല്ലേ പ്രവീൺ? അതേ സുജയ, എല്ലാവരും ഈ തങ്കയങ്കി വിഭൂഷിതനായ അയ്യപ്പനെ കണ്ടു തൊഴാൻ അതിനുവേണ്ടിയുള്ള ഒരു അവസരം, അതിനുവേണ്ടിയാണ് എല്ലാ ഭക്തരും കാത്തിരിക്കുന്നത്. ഇപ്പോൾ 18-ാം പടി കയറി തങ്കയങ്കി ഇപ്പോൾ ശ്രീകോവിലേക്ക് എത്തുന്നു. അതിനുശേഷം തങ്കയങ്കി വിഭൂഷിതനായ അയ്യപ്പനെ കണ്ടു തൊഴാൻ ഭക്തർക്ക് അവസരമുണ്ടാകും. ദീപാരാധനയ്ക്ക് ശേഷമായിരിക്കും ആ അവസരമുണ്ടാവുക. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന 6:40 നടക്കുക. ഇപ്പോൾ തന്നെ ഭക്തർ അതിനുള്ള ഒരു കാത്തിരിപ്പിലാണ്. ഇന്ന് രാവിലെ 11 മണിക്ക് ശേഷം ഭക്തരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തി വിടുന്നില്ലായിരുന്നു. കാരണം ഈ തങ്കയങ്കി രഥഘോഷയാത്ര ഉച്ചയ്ക്കാണ് പമ്പയിൽ എത്തിയത്. അവിടെ മന്ത്രി VN വാസവൻ സ്വീകരിച്ചു. ജില്ലാ കളക്ടർ ഒപ്പം തന്നെ മറ്റ് ദേവസ്വം ബോർഡ് ഭാരവാഹികൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം പമ്പയിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് തിരിച്ചത്. ഘോഷയാത്ര വൈകിട്ട് ശരംകുത്തിയിൽ എത്തിച്ചേർന്ന ശേഷമായിരിക്കും, അതിനുശേഷമായിരിക്കും നമുക്ക് ദേവസ്വം മന്ത്രി VN വാസവനെ അടക്കം കാണാം. സന്നിധാനത്തേക്ക് മന്ത്രി അടക്കം എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തങ്കാങ്കി ചാർത്തിയുള്ള ദീപാരാധനയ്ക്കായി തങ്കാങ്കി ഇപ്പോൾ സന്നിധാനത്ത് എത്തിച്ചിരിക്കുകയാണ്. അതിന്റെ തത്സമയ സംപ്രേഷണമാണ് നമ്മൾ കണ്ടത്.
തങ്കഅങ്കി ശ്രീകോവിലിലേക്ക് എത്തുകയാണ്. ഇനി തങ്കഅങ്കി ചാർത്തിയുള്ള ദീപാരാധനയാണ് ഇന്നത്തെ ദിവസം നടക്കുക. മണ്ഡലപൂജ നാളെയാണ്. തങ്കഅങ്കി ശ്രീകോവിലേക്ക് എത്തിച്ചിരിക്കുന്നു. സന്നിധാനത്ത് ഇനിയിപ്പോൾ ദീപാരാധന 6:40-നാണ് തങ്കഅങ്കി ചാർത്തിയുള്ള ദീപാരാധന. നമുക്ക് അപ്പോൾ അതിലേക്ക് തിരിച്ചു വരാം.